ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഗാർലിക് ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി നമുക്ക് കുറച്ച് കൂടുതൽ വേണം, ഇഞ്ചി കുറച്ച് മതി. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പച്ചമുളകാണ്. 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മളതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ് കേട്ടോ. ഒരു വലിയ സവാളയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം സവാളയും നന്നായിട്ടൊന്ന് വഴറ്റി കളറൊന്നും മാറി വരുമൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് 1 കിലോ ചിക്കനാണ് ഇട്ട് എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഇതുപോലെ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചിക്കനിലൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും കുറച്ച് കുക്കാവും ചെയ്യും. അപ്പോൾ ഇത് കണ്ടോ, നല്ല ചിക്കനൊക്കെ നന്നായിട്ട് പകുതിയോളം നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. സോയാ സോസ് 2 ടേബിൾ സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും ഒരു 2 ടീസ്പൂൺ നിറയെ ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. ഒരു ചെറിയ ക്യാപ്സിക്കം ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കത്തിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ ക്യാപ്സിക്കം ചേർത്താലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയുടെ അളവ് കൂടാൻ പാടില്ല, കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. ഇതിനകത്തേക്ക് ഞാൻ പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും. ഇനി നിങ്ങൾക്ക് കറി നല്ല കട്ടിയിലല്ലാതെ കുറച്ച് ലൂസിലായിട്ടാണ് കറിയായിട്ടാണ് വേണ്ടത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഞാൻ നമ്മുടെ ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് കറി പോലെ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കറി പോലെ ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഞാൻ ഇതേപോലെ അടച്ച് വെച്ച് വേവിക്കുകയാണ്. 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ, അതുപോലെ വെള്ളപ്പം, അപ്പം എല്ലാത്തിനും കൂടി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ആട്ടറൊട്ടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ കറി ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള മാതിരി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നോക്കണം കേട്ടോ. നമ്മൾ സോയാ സോസൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ ഉപ്പൊക്കെ കുറവിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.